ഇടുക്കി വാഴത്തോപ്പിൽ സ്കൂൾ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ച പ്ലേ സ്കൂൾ വിദ്യാർത്ഥിനി ഹേസൽ ബെന്നിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. വളരെ സങ്കടപ്പെട്ടു പോയ ഒരു വാർത്തയായിരുന്നു അത്. സ്കൂളിലെ കുട്ടികൾക്ക് നാളെ മുതൽ കൗൺസിലിംഗ് നൽകും. മാനസികമായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി കാണും. സ്കൂളിനുള്ളിലാണ് ഈ അപകടം നടന്നത്. അറസ്റ്റിലായ ബസ് ഡ്രൈവർ MS ശശിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാഹുൽ വിജയൻ ചേരുന്ന വിവരങ്ങളുമായി. ആ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, വളരെ ദൂരെ തന്നെ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ സ്ലോവിലാക്കുക. കാരണം കുട്ടിക്കറിയില്ല നിങ്ങളുടെ വണ്ടിയുടെ പോക്കും വരവും ഒന്നും. അതുകൊണ്ട് കുട്ടികളെ എപ്പോഴും നമ്മൾ വളരെ സൂക്ഷിക്കണം. അമേരിക്ക പോലെയുള്ള നാടുകളിൽ കുട്ടികളുടെ ട്രാൻസ്പോർട്ടിങ്ങും കുട്ടികളുടെ യാത്രയും ഒക്കെ തന്നെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. സ്കൂൾ സ്ഥലങ്ങളിലൊക്കെ വണ്ടികൾ കടന്നു പോകുമ്പോൾ ഞാൻ നേരത്തെ ഒരിക്കൽ മോർണിംഗ് ഷോയിൽ പറഞ്ഞതാണ്, വാഹനം നിർത്തി കുട്ടികൾക്ക് കടന്നു പോകാനില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ വണ്ടിക്ക് തുറന്ന് യാത്ര ചെയ്യാൻ കഴിയൂ. കുട്ടികൾക്ക് അത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ഇനി ബാക്കി രാഹുൽ വിജയൻ പറയൂ രാഹുൽ. SKN ഹേസൽ ബെന്നിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 11 മണിയോടുകൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. വാഴത്തോപ്പ് കത്തീഡ്രൽ സെൻറ്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിലായിരിക്കും സംസ്കാര ശുശ്രൂഷകൾ നടക്കുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത്യന്തം സങ്കടകരമായ ഒരു അന്തരീക്ഷമാണ്. ഇന്നലെ ഈ വീട്ടിൽ നിന്ന് കളിച്ച് ചിരിച്ച് സ്കൂളിലേക്ക് പോയതാണ്. തിരികെ വീട്ടിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും ഇരുന്നു. പക്ഷേ യാദൃശികമായുണ്ടായ ഒരു അപകടം അത് ആ കുട്ടിയുടെ ജീവൻ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. ഇന്നലെ സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നു അവർക്ക് വീഴ്ചയുണ്ടായി. ബസ്സിൽ നിന്നിറങ്ങി കുട്ടി ക്ലാസ്സിലേക്ക് പോകുന്ന അടക്കമുള്ള സമയങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു നോട്ടം ഉണ്ടായില്ല. ആയമാരും ടീച്ചർമാരും ശ്രദ്ധ കൊടുക്കാതിരുന്നു എന്ന തരത്തിലുള്ള ഒരു വീഴ്ച അവർ സമ്മതിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിൽ നിൽക്കുകയും ചെയ്യുകയാണ്. ഇന്നലെ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ അപകടമുണ്ടാക്കി ബസ് ഓടിച്ചിരുന്ന MS ശശിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇന്ന് ഹാജരാകണമെന്ന് നോട്ടീസ് നൽകിക്കൊണ്ടാണ് ഈ ശശിയെ പോലീസ് വിട്ടയച്ചത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതുപോലെ തന്നെ അപകടകരമായും അശ്രദ്ധമായും വാഹനമോടിച്ച് അപകടമുണ്ടാക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ കുട്ടിയുടെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഈ കുട്ടിയെ നോക്കി വളർത്തിക്കൊണ്ടിരുന്നത്. അമ്മ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്, ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. അച്ഛൻ എറണാകുളത്ത് ജോലിയായിരുന്നു. ബെൻ ജോൺസൺ എറണാകുളത്ത് ജോലിയിലായിരുന്നു. അവർ രണ്ടുപേരും ഈ വിവരം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ അന്തരീക്ഷം കാണുമ്പോൾ വളരെ സങ്കടമുണ്ടാക്കുന്നതാണ്. നമുക്ക് ആ കുട്ടിയുടെ മുഖം ഓർക്കുമ്പോൾ തന്നെ നെഞ്ച് പൊട്ടുന്ന ഒരു വേദന ഉണ്ടാകും. ഇവരുടെ അവസ്ഥ സ്വാഭാവികമായിട്ടും എത്രത്തോളം വിഷമമുണ്ടാക്കുന്നതാണെന്ന് പറയാതിരിക്കാനും കഴിയില്ല. എന്തായാലും 11 മണിയോടുകൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അമ്മയുടെ മുഖം കാണുമ്പോൾ നമുക്കും വല്ലാത്ത വിഷമം തോന്നും. ജീവിതത്തിൽ അവൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിനുമുമ്പേ തന്നെ അവൾക്ക് മറയേണ്ടി വന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.